രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം ഉണ്ട്. ഭയങ്കര വിജയമായി പോയല്ലോ. വൻ വിജയമായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു തിരയടിക്കുന്നത് പോലെയായി ഒരു വിജയം ഉണ്ടായത്. അപ്പോൾ അത് ജനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച് നൽകിയ ഒരു വിജയമാണ്. ഞങ്ങളുടെ കണക്കൂട്ടലുകളെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഉള്ള വിജയമാണ്. 102 സീറ്റ്, കോൺഗ്രസിന് 63 സീറ്റ്, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നമ്പേഴ്സിലേക്ക് എത്തി. ഇത്ര വലിയ വിജയത്തിന്റെ ഒരു റീസൺ എന്തായിരിക്കും? എന്താ തോന്നുന്നത്? ഒന്നാമത് ഈ 10 വർഷത്തെ ഭരണത്തിനെതിരായ അതിശക്തമായ വികാരമുണ്ടായിരുന്നു. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. LDF അല്ലെങ്കിൽ ആരുണ്ട്? എന്ത് ചോദ്യമാണ്? എന്തൊരു ഒരു 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 ഭയങ്കര ധാർഷ്ട്യത്തിൻ്റെ സ്വരമല്ലേ അതിൽ. LDF അല്ലെങ്കിൽ പിന്നെ ആരുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് ഇതൊക്കെ റിയാക്ട് ചെയ്തില്ലേ? CPM കൂടുതൽ ഇത്തവണ കോൺഗ്രസിനാണോ വോട്ട് ചെയ്തത്? അത് ഞാൻ പറയാൻ പോകുമായിരുന്നു. നമ്മൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, കാരണം ഈ തുടർഭരണത്തിൻ്റെ ദുരന്തം പാർട്ടിയെ തകർക്കും എന്ന് കണ്ടുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളൊക്കെ ഇത്തവണ UDFനാണ് വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ അഭിലാഷേ പയ്യന്നൂർ ജയിക്കൂ, കളിപ്പറമ്പ് ജയിക്കൂ, അമ്പലപ്പുഴയിൽ പുന്നപ്ര ഉള്ള സ്ഥലത്താണ് അമ്പലപ്പുഴ. ഈ അമ്പലപ്പുഴയിൽ G. സുധാകരനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അജണ്ട എന്നാണ് പാർട്ടി സെക്രട്ടറി വന്ന് പറഞ്ഞത്. മറ്റെവിടെ ജയിച്ചാലും പ്രശ്നമില്ല, ഇവിടെ ജയിക്കരുത്. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അപ്പോൾ ജനങ്ങൾ ഐഷപ്പോറ്റി വളരെ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റത്. അപ്പോൾ ജനങ്ങൾ സമ്പൂർണ്ണമായ മാറ്റത്തിന് വേണ്ടി തയ്യാറായ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്ത് UDFനാണ്. അതാണ് ഇത്രയും വലിയ വിജയമുണ്ടായത് എന്നാണ് എൻ്റെ വില. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ വ്യാപകമായ കോൺഗ്രസ് വലിയ തിരിച്ചടിയൊക്കെ ഏൽക്ക് നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് എനിക്ക് തോന്നുന്നു ദേശീയ നേതൃത്വത്തിനും വലിയ ആവേശം കേരളത്തിലെ ഈ വലിയ വിജയം തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നാണ് വിചാരിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിന് UDFനും കിട്ടിയ ഈ വൻപിച്ച വിജയം ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും MP മാരായിരുന്ന മണ്ഡലമാണ്, സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടുത്തെ വിജയം അവർക്കും അവരുടെ പ്രവർത്തനത്തിനുള്ളൊരു അംഗീകാരം കൂടിയാണ്. വാസ്തവത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജിയും വളരെയേറെ കേരള കാര്യങ്ങളിൽ താല്പര്യമെടുത്തു. അവർ വലിയ തോതിൽ കേരളത്തിൻ്റെ ഈ വിജയം ഉണ്ടാകാൻ വേണ്ടി അധ്വാനിച്ചു. രാഹുൽ ഗാന്ധി എത്ര ദിവസമാണ് കേരളത്തിൻ്റെ ഈ പ്രചരണ പരിപാടികൾക്ക് വന്നത്? അതെ, ഞാൻ പ്രചരണ സമിതിയുടെ ചെയർമാനാണ്. എനിക്കറിയാം ഇവരുടെ എല്ലാം പ്രോഗ്രാം ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാമാണ്, പിന്നെ പ്രിയങ്ക ഗാന്ധി, പിന്നെ ഖാർഗെജി, ഇങ്ങനെയായി. പിന്നെ അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർ വന്നവരുടെ എല്ലാം. ഞാൻ സമിതി ചെയർമാൻ എന്ന നിലയിൽ കേരളത്തിലെ 14 ജില്ലകളിലും പോയി പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയുണ്ടായി. ഏതാണ്ട് 10-40 മണ്ഡലങ്ങളിൽ പോയി. എല്ലായിടം പോകാൻ പറ്റിയില്ല, കാരണം 15 ദിവസമേ ഉള്ളായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിന് വേണ്ടി. പിന്നെ പുതിയ പ്രതിപക്ഷ നേതാവ് നയിച്ച പുതിയ യാത്രയിൽ തന്നെ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയിരുന്നു. അത് ആ സ്ഥലങ്ങളിൽ അല്ലാത്ത സ്ഥലങ്ങളിലാണ് പിന്നീട് പോയത്. അപ്പോൾ വളരെയേറെ അധ്വാനം ഞാനടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി നടത്തുകയുണ്ടായി. KPC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒക്കെ വളരെ അധ്വാനിച്ചു. അതോടൊപ്പം തന്നെ AICCയുടെ ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി അവരൊരു വർഷമായിട്ട് ഇവിടെ താമസം. ഈ വിജയത്തിൻ്റെ ശില്പി ആരാണ്? ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് UDFന്റെ കൂട്ടായ നേതൃത്വമാണ്. ടീം UDF ഒരു വ്യക്തിക്കല്ല, അങ്ങനല്ലോ. ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണല്ലോ വിജയം ഉണ്ടാകുന്നത്. വ്യക്തികൾ പ്രാധാന്യമുള്ളവർ തന്നെയാണ്, പക്ഷേ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ വിജയം ഉണ്ടാകുന്നത്. അത് ഏത് വിജയവും. ഇത്തവണ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. UDFൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു അഭിപ്രായ വ്യത്യാസം, സീറ്റ് വിഭജനം അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. കോൺഗ്രസിലെ സീറ്റ് വിഭജനം അല്പം ലേറ്റായി, കാരണം ഞങ്ങൾക്കൊരു പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ് അല്പം ലേറ്റായി. എങ്കിലും വലിയ പരുക്കുകളില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിയും. അപ്പം ഒരു യോജിച്ച മനസ്സോടെയായിരുന്നു കേരളത്തിലെ UDF മുന്നോട്ട് പോയത്. അതേസമയം LDFലായിരുന്നു പ്രശ്നം. LDFൽ പല സീറ്റുകളും പ്രഖ്യാപിക്കാൻ വളരെ നോമിനേഷൻ കൊടുക്കുന്ന അവസാന ദിവസം വരെ സീറ്റുകൾ തീരുമാനിച്ചു. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല 26ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്. 30ാമത്തെ വയസ്സിൽ 28ാമത്തെ വയസ്സിൽ മന്ത്രിയായ 28ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ്. ചെറുപ്പത്തിലെ വലിയ പദവികളൊക്കെ ഏറ്റുവാങ്ങിയ ആളാണ്. 2016 മുതൽ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ റോൾ എന്ത് വേണം എന്നുള്ള അങ്ങനെ ആഗ്രഹം വല്ലതും ഉണ്ടോ? ഞാൻ പ്രചരണ സമിതി ചെയർമാൻ എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ഇത്തവണ എൻ്റെ ചുമതല അതായിരുന്നു. പ്രചരണം കോർഡിനേറ്റ് ചെയ്യുക, പ്രചരണ രംഗത്ത് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുക, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോവുക,
സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണം ശക്തിപ്പെടുത്തുക. അങ്ങനെ അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. എന്തെല്ലാം ഇഷ്യൂസ് പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഉൾപ്പെടെ നമ്മൾ ഇവിടെ എല്ലായിടത്തും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഹോർഡിങ്സ് വെച്ചു. അപ്പം ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഹോർഡിങ്സ് അതിന് പകരം വെക്കണ്ട, അദ്ദേഹത്തിൻ്റെ ഹോർഡിങ്സ് തന്നെയാണ് നമ്മുടെ പ്രചരണം. അല്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പക്ഷേ ഒരുപാട് ഹോർഡിങ്സ് വരുന്നുണ്ട്, രമേശ് ചെന്നിത്തലയുടെ അടക്കം. അതല്ല ഞാൻ പറഞ്ഞത്, ആ ഹോർഡിങ്സിന് പകരം ഹോർഡിങ്സ് വെക്കണമെന്ന് പറഞ്ഞവരോട് ഞങ്ങൾ തീരുമാനിച്ചു നമുക്കത് വേണ്ട, കാരണം ആ ഹോർഡിങ്സ് തന്നെ നമുക്ക് വോട്ട് നൽകും. അത് ഞങ്ങളുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾ ഹോർഡിങ്സ് വെക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. ഹോർഡിങ്സ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനം? അല്ല, പക്ഷെ പലയിടത്തും ഇന്നിപ്പോൾ ഞാൻ കോഴിക്കോട് നിന്നൊരു വാർത്ത, വളരെ നല്ല രസമുള്ള രമേശ് ചെന്നിത്തലയുടെ നല്ല ഫേസ് ഒക്കെ ഉള്ള വലിയൊരു ഫ്ലെക്സ് ബോർഡ് പലയിടത്തും വന്നു. പല നമ്മളാരും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല, നമ്മളെ സ്നേഹമുള്ള ആൾ ചെയ്യുന്നതാണ്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എന്താണ് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വാർത്തകൾ ഉണ്ടാക്കുന്നതും ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഒന്നും അറിഞ്ഞു ചെയ്യുന്നതല്ല. ഞാൻ അറിയുന്ന അഭിലാഷ് പറയുമ്പോഴേ ഇപ്പം ഞാൻ അറിയുന്നു. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. 63 MLA-മാരുണ്ട് കോൺഗ്രസിന്. ഇനി നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കണം. ആ കാര്യത്തിൽ എന്തായിരിക്കും ഏറ്റവും പ്രധാനമാവുക? ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. അതിന് സീനിയോറിറ്റിയോ നോക്കില്ലേ? അല്ല, അതിപ്പോൾ എന്താ ചെയ്യേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് ഈ MLA-മാരുടെ തലയെണ്ണിയായിട്ടായിരിക്കും. അല്ല, അതല്ല എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കും. ചിലത്ത് അങ്ങനെ ചെയ്യും, ചിലത്ത് അല്ലാതെയും ചെയ്യും. സാധാരണ അങ്ങനെയല്ലേ ചെയ്യാറ്? അല്ല, അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് കൂടൊന്നുമില്ല, അത് അവർക്ക് തീരുമാനിക്കും. കഴിഞ്ഞ തവണയൊക്കെ കക്ഷി നേതാവിനെ തീരുമാനിച്ചപ്പോൾ MLA-മാരുടെ അഭിപ്രായം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നല്ലോ. അപ്പോൾ ഇത്തവണ അത് മിക്കവാറും അത് അഭിപ്രായം ചോദിക്കാറുണ്ട്. ആ ചോദിച്ച ശേഷം ഡൽഹിയിൽ നേതാക്കൾ കൂടി തീരുമാനിച്ചാണ് ഒരു തീരുമാനം ഉണ്ടാവും. ഇത്തവണ എളുപ്പമുള്ള കാര്യമായിരിക്കും അത്. വലിയ വൈകാതെ തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, നിരീക്ഷകർ ഇങ്ങോട്ട് വരാൻ പോവാണ്. പിന്നെ അല്ല, അത് വേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അത് കഴിഞ്ഞ് ഡൽഹിക്ക് ആ കാര്യത്തിൽ അവരുടെ അഭിപ്രായം അറിയിക്കും. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമോ കക്ഷി? അതൊന്നും വേണ്ടി വരില്ല. അതിനുള്ള സാധ്യതയില്ല. ഇപ്പം അങ്ങനെ പഴയ പോലെ ഇപ്പം പണ്ട് I ഗ്രൂപ്പിന് ഇത്ര MLA-മാർ, A ഗ്രൂപ്പിന് ഇത്ര MLA-മാർ എന്നൊക്കെ പറഞ്ഞിട്ട് MLA-മാരുടെ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെയുണ്ടോ? ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പാർട്ടി ഗ്രൂപ്പില്ലാത്ത കാലമല്ലേ. ഞാനും 2016 തെരഞ്ഞെടുപ്പിൽ ഞാനും മത്സരിച്ചു. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. പാർലമെൻ്ററി പാർട്ടി വിളിച്ചു കൂട്ടുമ്പോൾ ഞാൻ തന്നെ സ്വയം പ്രഖ്യാപിച്ചു ഞാൻ മത്സരരംഗത്തില്ല, ഉമ്മൻചാണ്ടി എൻ്റെ സീനിയർ ആണ്, അതുകൊണ്ട് അദ്ദേഹം ആവട്ടെ. ഞാൻ മത്സരത്തിന് പോലും പോയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രപ്പോസ് അല്ല, അന്ന് A ഗ്രൂപ്പിന് കൂടുതൽ MLA-മാർ ഉണ്ടായിരുന്നില്ലേ? ഇല്ലായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ മത്സരത്തിനോ അതിനൊന്നും ഞാൻ അന്ന് പോയില്ല. കാരണം അത് ഉമ്മൻചാണ്ടി സീനിയർ ആയതുകൊണ്ട് അദ്ദേഹം ആവട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിൽ തീരുമാനമെടുക്കും. ഇതിപ്പം എന്ത് വേണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുക. അതിപ്പം എനിക്കിവിടെ വെച്ച് പറയാൻ കഴിയുന്ന കാര്യം അല്ല. അതിനുശേഷം ഉമ്മൻചാണ്ടിയും അങ്ങനെ രമേശ് ആവട്ടെ എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു സൗഹാർദ്ദ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിന്റെ ഒരു തുടർച്ച തന്നെയാണോ ഇത്തവണ ഉണ്ടാവുക? അല്ല, അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അന്നത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടാതെ തന്നെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. പക്ഷെ ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങനെ പരസ്പരം നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടോ? അല്ല, ഇന്നിപ്പം നമ്മൾ ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ് വരയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ് അന്നും ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ വന്നിരുന്നു. ആ പ്രതിനിധികൾ വരികയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ 2021 എന്തായാലും വിജയിച്ചാൽ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആൾ ശ്രീ രമേശ് ചെന്നിത്തല ആയിരുന്നു. പക്ഷേ കോവിഡ് അടക്കമുള്ള പശ്ചാത്തലം വേറെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് വരുമോ? ഇല്ല, അതെല്ലാം നാം തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടിയല്ലേ, പാർട്ടി തീരുമാനിക്കും. ആ കാര്യത്തിൽ എന്തെങ്കിലും ക്ലെയിം മുന്നോട്ട് വയ്ക്കും? അല്ല, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. പാർട്ടിക്ക് എല്ലാവരെയും അറിയാമല്ലോ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ എല്ലാവരെയും അറിയാം കേരളത്തിൽ. ദീർഘകാലം ഡൽഹി രാഷ്ട്രീയത്തിൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആളാണ്. അന്നൊപ്പം യൂത്ത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ പലയിടത്തും മുഖ്യമന്ത്രിമാരായിട്ട് തന്നെ കുറേ കാലം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പശ്ചാത്തലമൊക്കെ പാർട്ടിക്ക് അറിയാവുന്നതല്ലേ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിന് മാത്രമാണ്. അവരെന്ത് തീരുമാനിക്കും അത് എല്ലാവരും അംഗീകരിക്കും. ഒരു അസ്വാരസ്യവും ഇല്ലാതെ. അല്ല, തീരുമാനം ഉണ്ടാവുമോ? ഇനിയിപ്പോൾ അത് എന്നാണ് തീരുമാനമെന്ന് എനിക്കറിയില്ല. പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. നിയമസഭാ കക്ഷിയിലുള്ള ഒരാൾ തന്നെ ആയിരിക്കുമോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെയും വരാമോ? പക്ഷെ വളരെ അപൂർവമായിട്ടല്ലേ അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ല, ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്താകുമെന്ന് എനിക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല.
ഈ കാര്യത്തിൽ അതായത് ഇപ്പം മുഖ്യമന്ത്രി ആകണം എന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. വളരെ സീനിയർ നേതാക്കളെ സംബന്ധിച്ച് പ്രത്യേകമായും അത് തെറ്റൊന്നുമല്ലല്ലോ. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കൂടെ ഇത്ര MLA മാരുണ്ട്, അത്തരത്തിലുള്ളൊരു ലോബിയിങ്ങിന് തയ്യാറുണ്ടോ? അങ്ങനെ ലോബിങ് ആരും നടത്തുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല, ആരും നടത്തുന്നില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇടയ്ക്ക് വന്ന ചില വർത്തമാനങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയെ ഹരിപ്പാട് തളച്ചു എന്നൊക്കെ, അല്ലെങ്കിൽ എന്താ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ, ഞാൻ 5 ദിവസമേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ 5 ദിവസമേ ഉള്ളൂ. വളരെ ഗംഭീരമായ വിജയം ഹരിപ്പാട് ഉണ്ടാവുകയും ചെയ്തു. ആരോ എഴുതി അവിടെ BJP ജയിക്കാൻ പോകാന്ന് എന്താ എഴുതിയവരുണ്ട്. BJP മൂന്നാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് LDF. എനിക്കൊരു ചരിത്ര വിജയമാണ് നൽകിയത്. ഹരിപ്പാട് മണ്ഡലം എന്നും ഇടതുപക്ഷ മണ്ഡലമാണ്. ഞാനാണ് ആദ്യത്തെ കോൺഗ്രസ് MLA. ഞാൻ 1982 ആദ്യം MLA ആവുന്നത്. എനിക്ക് 26 വയസ്സ്. അത് കഴിഞ്ഞ് 87 മത്സരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പാർലമെൻറ്റിലേക്ക് പാർട്ടി നിർത്തി. കോട്ടയത്ത് 3 തവണ കോട്ടയത്ത് നിന്ന് 1 തവണ മാവേലിക്കര. പിന്നെ ഞാൻ തിരിച്ച് ഹരിപ്പാട് വന്ന് മത്സരിക്കുകയാണ് 2011. അപ്പോൾ 6ാം തവണയാണ് ഞാൻ മത്സരിച്ചത്. ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ നൽകുന്ന സ്നേഹവും താല്പര്യവും എനിക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അത്രമാത്രം സ്നേഹമാണ്. അതിൻ്റെ ഏറ്റവും വലുത് എന്നെ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ BJP സ്ഥാനാർത്ഥി ആക്ഷേപിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥിയെ പറ്റി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജനങ്ങൾ അതുകൊണ്ടാണ്, അതിനാണ് മറുപടി കൊടുത്തത്. 23,000 വോട്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ അന്തം വിട്ടിരിക്കുകയാണ്. ഹരിപ്പാട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഹരിപ്പാട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല. 500 വോട്ട്. രാജീവ് ഗാന്ധി മരിച്ചിട്ട് KK ശ്രീനിവാസ സാർ 500 വോട്ടിനെ ജയിച്ചു. 1500, 2000, അത് എനിക്ക് 5000. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എനിക്ക് 13,000 വോട്ട്. അതിന് മുമ്പ് P പ്രസാദ് എന്നോട് മത്സരിച്ചപ്പോൾ അന്ന് 18,000 വോട്ടായിരുന്നു. ഇത്തവണ 23,000 വോട്ടെന്ന് പറയുന്നത് ഹരിപ്പാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. അതിന് അവരോട് ഞാൻ ഇന്നും നന്ദിയുള്ളവനാണ്, ഒരു സംശയവുമില്ല. ഈ വ്യക്തിപരമായ ആക്രമണങ്ങൾ ഗുണമായി എന്ന് വിചാരിക്കുന്നത്? അതെ, അത് ആക്രമിച്ചത് നന്നായി എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പക്ഷേ കേരളത്തിൽ BJPക്ക് 3 സീറ്റ് കിട്ടി. ഇപ്പോൾ തിരുവനന്തപുരം നഗരം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട 2 സീറ്റിൽ BJP 1ാം സ്ഥാനത്തും 3ാമത്തെ സീറ്റിൽ 2ാം സ്ഥാനത്തുമാണ്. 3 സീറ്റ് ജയിച്ചു. 6 സീറ്റിൽ BJP 2ാം സ്ഥാനത്ത് വന്നു. അല്ല, അത് ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷം അവരുടെ ഒരു ഡിക്ലൈൻ അതിജീവിക്കും എന്ന് വിചാരിക്കുന്നു. വലിയ തിരിച്ചടി പാർട്ടി കേന്ദ്രങ്ങളിൽ അവർക്കുണ്ട്. ഒരു തെരഞ്ഞെടുപ്പോട്ട് പാർട്ടി ഇല്ലാതായി പോകുന്നു എന്നുള്ള തെറ്റായ ധാരണയൊന്നും എനിക്കില്ല. അപ്പോൾ തെറ്റ് തിരുത്തിയാൽ അവരുടെ അപജയങ്ങൾ തിരുത്തിയാൽ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അങ്ങനെ നമ്മളൊരു പാർട്ടിയെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നും നമുക്കാർക്കുമില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ദേശീയ നേതാക്കളുമായി സംസാരിച്ചോ? അല്ല, അതിന് സമയം കിട്ടി. ഞാൻ മണ്ഡലത്തിൽ പോയിട്ട് ഇപ്പം ഇനി വന്നേ ഉള്ളൂ. ഈ കേരളത്തിലെ ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. ഞാൻ ഇനി അതൊന്നും കൂടി ചോദിക്കുന്നില്ല. ബാക്കി മന്ത്രിമാരെ ഒരുപാട് സീനിയർ നേതാക്കൾ വിജയിച്ച് വന്നിട്ടുണ്ട്, യുവ നേതാക്കൾ വന്നിട്ടുണ്ട്. സാമുദായിക ബാലൻസ് നോക്കണം. ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ടഫായിരിക്കുമോ? അതെ, സ്വാഭാവികമായാണ്. ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് പല തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം ഉണ്ടാകും. പക്ഷേ തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ല. തീരുമാനം എടുക്കുമ്പോൾ അത് ഈ പാർട്ടിക്ക് മറ്റിപ്പോൾ സാധാരണ കോൺഗ്രസിൻ്റെ തീരുമാനം എടുക്കുമ്പോൾ സമുദായ സംഘടനകളുടെ അഭിപ്രായം മറ്റു ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അതോ എളുപ്പത്തിൽ തീരുമാനം? അതൊക്കെ പറയട്ടെ, ഒന്നും ആയിട്ടില്ലല്ലോ. പാർട്ടി ആദ്യം ഹൈക്കമാൻഡിൻ്റെ ഒരു പിന്തുണയോടെ അല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടുണ്ട് KPC പ്രസിഡന്റ് ആയതിനു ശേഷം. അപ്പോൾ പാർട്ടി നയിക്കാൻ വേറൊരാളെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ മന്ത്രിസഭയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമല്ലല്ലോ. സമയമുണ്ടല്ലോ അതിന്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് തുടരുകയാണ്. ഓൾ ദി ബെസ്റ്റ്.